പോയാൽ ഇടുക്കി ശാന്തൻപാറ ആനയിറങ്കൽ ചക്കക്കൊമ്പൻ റേഷൻ കട തകർത്തു. റേഷൻ കടയിൽ ഉണ്ടായിരുന്ന അരി കഴിച്ചാണ് ആന മടങ്ങിയത്. 12ാമത്തെ പ്രാവശ്യമാണ് ആന റേഷൻ കട തകർക്കുന്നത്. ദൃശ്യങ്ങളിലേക്ക്. ഇന്നലെ രാത്രി ഒരു 9 മണിയോടുകൂടി ചക്കക്കൊമ്പൻ ഇവിടെ വന്നായിരുന്നു. അപ്പം തന്നെ ആറാട്ടിക്കാരെ വിളിച്ച് വിവരം പറഞ്ഞിട്ടും അവരിവിടെ വന്നിട്ട് അപ്പം തന്നെ തിരിച്ചു പോയി. ഇന്ന് വെളുപ്പിനെ വീണ്ടും ഒരു 5-5:30 സമയത്ത് വന്നിട്ടാണ് ചക്കക്കൊമ്പൻ ഈ കട ഇതിൻ്റെ റൂഫൊക്കെ തകർത്ത് റേഷൻ കടയുടെ ഡോറൊക്കെ പൊളിച്ച് അകത്ത് കൈയിട്ട് പാക്കറ്റ് വലിക്കാൻ ശ്രമിച്ചവയ്ക്ക് നാട്ടുകാർ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അതിനെ വിട്ടുപോയി. ഇതിപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 12ാമത്തെ തവണയും കണ്ടാണ്. ഞങ്ങൾ അപ്പം തന്നെ ആറാട്ടിനെ വിളിച്ച് ഇൻഫോം ചെയ്തു. അപ്പം അവർ വന്ന് നോക്കിയിട്ട് പോയതിന് ശേഷം ആന ഇല്ലയെന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് പോയി എന്ന് പറഞ്ഞിട്ട് അവർ പോയി. പിന്നീട് ഞങ്ങൾക്ക് രാവിലെ ഞങ്ങൾ അത്രയും നേരം ഉറങ്ങാതെ കിടന്നിട്ട് രാവിലെ വെളുപ്പിനാണ് ഉറങ്ങിയത്. ഞങ്ങൾ അത്രയും വേറെ ആൾക്കാർ ഇവിടുത്തെ താമസിക്കുന്നവരെല്ലാവരും രാത്രി ഉറങ്ങാതെ ആന വരുമെന്ന് ഓർത്തിട്ട് എല്ലാവരും വീട്ടിൽ കിടക്കുമായിരുന്നു. അപ്പം ഈ രാവിലെ വെളുപ്പിനായ കാരണം എല്ലാവർക്കും പെട്ടെന്ന് ഒരു മൈൽഡായിട്ട് ഉറക്കം വന്നപ്പോൾ ഞങ്ങളെല്ലാം ചെറുതായിട്ട് ഉറങ്ങിപ്പോയി. ആ സമയത്ത് വന്നിട്ടാണ് ഈ റേഷൻ കടയെ മൊത്തം അറ്റാക്ക് ചെയ്തത്. ആ ചെയ്ത സമയത്ത് ഞങ്ങൾക്കൊന്നും ഒരു പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല. ആൽവിൻ തോമസ് വിവരങ്ങളോട്ടുണ്ട്. ആൽവിൻ, ഈ ചക്കക്കൊമ്പൻ ഇവിടുത്തെ ഈ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതും ഇതിനു മുമ്പ് എത്രയോ വട്ടം റേഷൻ കടകൾ തകർക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോഴും ഈ ആന ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണോ? ഈ ചക്കക്കൊമ്പന്റെ സ്വൈര്യവികാരത്തിൽ ജനജീവിതം വലിയ തോതിൽ അവിടെ ദുസ്സഹമായ അവസ്ഥയാണ് ശാന്തൻപാറയിലുള്ളത്. ആനയിറങ്കൽ പരിസരത്തുള്ള ഈ റേഷൻ കട തന്നെ ഏതാണ്ട് 12 തവണ തകർത്തു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. 12 തവണ ഒരു റേഷൻ കട തകർത്തിട്ടും ആ റേഷൻ കട എങ്ങോട്ടെങ്കിലും മാറ്റി സ്ഥാപിക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ട നടപടിയോ അധികൃതർ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാന പരാതി. അതോടൊപ്പം തന്നെ അവർ പറയുന്നത് ഇന്നലെ രാത്രി 9-9:30 ഇത് ഈ ജനവാസ മേഖലയിൽ ഈ ചക്കക്കൊമ്പൻ വന്ന് തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ RRT വിവരം അറിയിക്കുകയും ചെയ്തു. പക്ഷേ RRT വന്ന് മടങ്ങിയതല്ലാതെ വേണ്ട രീതിയിൽ അതിനെ അവിടുന്ന് ഓടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല എന്നൊരു പരാതിയും കൂടെയാണ് ഇപ്പോൾ പറയുന്നത്. ഈ റേഷൻ കടയ്ക്ക് സമീപത്തുള്ള ലയൻസിൽ താമസിക്കുന്ന മണി എന്നയാളുടെ മറ്റൊരു കടയും കാട്ടാന തകർത്തിട്ടുണ്ട്. ചക്കക്കൊമ്പൻ തകർത്തിട്ടുണ്ട്. അതും പൂർണ്ണമായും നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. എത്രയും വേഗം ഈ ചക്കക്കൊമ്പനെ അവിടെ നിന്ന് ജനവാസ മേഖലയിൽ അകറ്റണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. അതോടൊപ്പം തന്നെ ഈ റേഷൻ കട മറ്റെവിടെയെങ്കിലും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് നാട്ടുകാർ പ്രത്യേകമായി പറയുന്നത്. അതിനാണ് അവരിപ്പോൾ പരാതിപ്പെടുകയും ചെയ്യുന്നത്. 12 തവണ ഒരേ സ്ഥലത്ത് ഒരു റേഷൻ കട തകർത്തിട്ടും അത് മാറ്റി സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകാത്തതിലാണ് അവരുടെ വിഷമമുള്ളത്. ചെയ്തു. ഓക്കെ ആൽവിൻ, ശരി.